ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് ലക്ഷ്മിയുടെ നിറങ്ങളുടെ മാസ്മരിക ലോകത്തേക്കാണ്. ജീവിത തിരക്കിനിടയിലും തൻ്റെ പാഷൻ പുറത്തു കൊണ്ടുവന്ന് അതിലൂടെ ഒരു ചെറിയ വരുമാനം കണ്ടെത്തുന്ന ഒരു സംരംഭക കൂടിയാണ് ലക്ഷ്മി. നമുക്ക് ലക്ഷ്മിയുടെ നിറങ്ങളുടെ ലോകത്തേക്ക് കടന്നു ചെല്ലാം. ഞാൻ ഫെവിക്കറിൽ കമ്പനിയുടെ ആർട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ സ്കൂളുകളിലും കോളേജുകളിൽ എല്ലായിടത്തും പോയി ക്ലാസ് എടുക്കുന്നുണ്ട്. ആർട്ട് വർക്കുകളാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഞാൻ ചെയ്ത വർക്കുകളാണ്. മുട്ടത്തോട് പൊട്ടിച്ചിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് പെയിന്റ് ചെയ്തെടുത്ത വർക്കാണ് ഇത്. ഗ്ലാസ് പെയിന്റ് വെച്ച് ക്യാൻവാസ് ബോർഡിൽ ചെയ്ത വർക്കാണ്. ഗ്ലാസ് പെയിന്റ്, അക്രിലിക് പെയിന്റ്, അത് തന്നെ മോൾഡിറ്റ് വെച്ച് ചെയ്ത വർക്കാണ്. അത് ഒരു വണ്ട് എന്താണ് അത് മോൾഡിറ്റ് വെച്ച് ചെയ്തതാണ്. ഒരു ഫ്ലേവറിന്റെ അകത്ത് വണ്ട് വന്നിരിക്കുന്നത്. ഇത് സ്റ്റാറി നൈറ്റ് എന്ന് പറയുന്ന ഒരു തീമാണ്. അതായത് നമ്മുടെ വിൻസ്റ്റൺ വാൻ ഗോഗിന്റെ ഒരു പെയിന്റിംഗ് ആണ് സ്റ്റാറി നൈറ്റ്. എല്ലാത്തിലും ഒരു തീമുണ്ട്. ഇപ്പം ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നതിനകത്ത് തീമുണ്ട്. ചുമ്മാ നമ്മള് വരച്ച് നമ്മൾ ഓർക്ക് ഇത് ചുമ്മാ വട്ടം വരച്ചല്ല ഒരു അല്ല ഒരു തീമുണ്ട്. ഇതെന്താന്ന് പറഞ്ഞ ഇത് വിൻസ്റ്റൺ വാൻ ഗോഗിന്റെ സ്റ്റാറി നൈറ്റ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു വുഡൻ സ്പൂണില് ചെയ്തതാണ്. വുഡന്റെ സ്പൂണില് മറ്റേ മോൾഡിറ്റ് വെച്ച് ചെയ്ത വർക്കാണ് ഇത്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പെയിന്റിങ്ങിന്റെ ഒരു ചെറിയൊരു ഇത് ഞാൻ ചുമ്മാ ചെയ്തതാണ്. പേസ്റ്റൽ കളറിന്റെ ഷെയ്ഡ് വെച്ച് ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. ആർട്ട് എന്ന് പറഞ്ഞ ആർട്ടാണ്. അതായത് മധ്യപ്രദേശിന്റെ ആർട്ട് ഫോം ആണ്. മധ്യപ്രദേശിന്റെ ട്രഡീഷണൽ ആർട്ടാണ്. ഓരോ സ്റ്റേറ്റിനും ഓരോ പെയിന്റിങ്സ് ഉണ്ട്. അതായത് നമുക്ക് കേരളത്തിന്റെയാണ് മ്യൂറൽ പെയിന്റിംഗ്. എന്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് ഇത്. ഈ മോൾഡിറ്റ് വെച്ച് തന്നെ ചെയ്ത വർക്കാണ്. നമ്മള് ആരെങ്കിലും ഓർഡർ വന്നിട്ട് ചെയ്താണോ? അല്ല, ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കിയതാ. അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്തു തരാൻ ഓർഡർ തരുവാണെങ്കിൽ ചെയ്ത് കൊടുക്കും. ഗ്ലാസ് പെയിന്റിന്റെ ഇതാണ്. ഒരു ഹണിബിയുടെ ഒരു തീമാണ് ഇത്. ഗ്ലാസ് പെയിന്റ് ക്യാൻവാസ് ബോർഡിൽ ചെയ്തത്. ടെക്സ്ചർ പെയിന്റിംഗ് ആണ്. അതായത് വൈറ്റ് പുട്ടി കൊണ്ടുള്ള പുട്ടി പൗഡർ കൊണ്ടുള്ള ഒരു വർക്കാണ്. അതായത് പുട്ടി പൗഡറും ഫെവിക്കോളും കൂടി മിക്സ് ചെയ്ത് ഒരു ടെക്സ്ചർ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് കോൺ പോലെ ആക്കിയിട്ട് ഇത് ചെയ്തിട്ട് അതിൽ പെയിന്റ് ഒക്കെ ചെയ്തെടുക്കും. അതായത് മഹാരാഷ്ട്രയുടെ ട്രൈബൽ ആർട്സ് ആണ്. അതായത് ഈ മനുഷ്യരുടെ രൂപമൊക്കെ ഇങ്ങനെ ജാമിതീയ രൂപങ്ങളിലായിരിക്കും. ഇത് ആഫ്രിക്കൻ ആർട്ടാണ്. ആഫ്രിക്കൻ ലേഡിയുടെ ഫേസ്, ഒരു പ്രകൃതിയെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറൽ ബ്യൂട്ടി എന്ന രീതിയിലുള്ളൊരു തീമായത്. ഇതൊരു ഫ്ലമിംഗോയുടെ വർക്കാണിത്. നമ്മുടെ മോൾഡിറ്റ് ആർട്ടാണ്. ഗോണ്ട് ആർട്ട് എന്നാണ് ഇതിന്റെ പേര്. ഇത് മധ്യപ്രദേശിന്റെ ഒരു ട്രഡീഷണൽ ആർട്ടാണ്. മധ്യപ്രദേശിന്റെ ആർട്ട്. അതായത് കൂടുതലും അവിടെ വനപ്രദേശമാണല്ലോ മധ്യപ്രദേശ്. അപ്പൊ മൃഗങ്ങളുടെ ഇതിൽ നിന്നുള്ളൊരു വർക്കാണ്. മൃഗങ്ങളുടെ ഇപ്പൊ കൊമ്പിൽ നിന്നായിരിക്കും മരം, അങ്ങനെയൊക്കെ ഒരു തീമാണ്. അതുകൊണ്ടടുത്ത് മിക്കതും അങ്ങനെയാ വർക്ക്. പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പ്ലാസ്റ്റിക് ഉപയോഗമൊക്കെ കുറച്ചിരിക്കുമല്ലേ. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് തുണി കൊണ്ടുള്ള സഞ്ചികളൊക്കെ ഇപ്പൊ കൂടുതലായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കോളേജിലും കുട്ടികൾക്ക് കോളേജിൽ കൊണ്ടുപോകാം, പുറത്തൊക്കെ നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ ഇതില് ഞാൻ തുണി വാങ്ങി തയ്ച്ച് പെയിന്റ് ചെയ്തേക്കുന്നത്. ഇതൊരു ആർട്ട് വർക്ക് ചെയ്തേക്കുവാ. ഒരു വർലി എന്ന് പറഞ്ഞ പെയിന്റിങ് ചെയ്തേക്കുവാ. മഹാരാഷ്ട്രയുടെ ആർട്ട് ഫോം. ഇതും അതുപോലെ തന്നെ ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. ഒരു ലേഡിയുടെ ഫേസ് ആണ്. ഇതിപ്പോ കോളേജിലെ കുട്ടികൾക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ ഉപയോഗിക്കാം. സിബൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ജൂട്ട് കൊണ്ടും ഇനി കട്ടിയുള്ള ബാഗൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ജൂട്ട് കൊണ്ടുള്ള ബാഗുകൾ ഒക്കെ ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫാബ്രിക് പെയിന്റിംഗ് ആണ്. അപ്പൊ ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ബാഗ്, ജൂട്ടിന്റെ ബാഗ്, ടോട്ടി ബാഗ് എന്നാ പറയുന്ന ഈ തുണി കൊണ്ടുള്ള ബാഗ്. അപ്പൊ എക്സിബിഷനായിട്ട് ഞാൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് വിത്തുത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റാൾ ഇട്ടായിരുന്നു. ഈ ഫീൽഡിൽ വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ഞാനിങ്ങനെ വരയ്ക്കാനൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ മനസ്സിൽ കുറെ ഐഡിയ ഒക്കെ വെച്ച് മനസ്സിലുള്ള ആഗ്രഹം കൊണ്ട് ഒരു പാഷനായിട്ട് എടുത്ത് ചെയ്യുന്നതാണ്. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വർക്കൊക്കെ ചെയ്യാൻ. നമ്മൾ കൂടുതൽ കുട്ടികളൊക്കെ ആണെങ്കിലും ഇപ്പൊ വെക്കേഷൻ ടൈമിലൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ആർട്ട് വർക്കൊക്കെ പഠിക്കുന്നത് എനിക്ക് വരുമാനത്തെക്കാട്ടിലുപരി ഒരു മനസ്സിനൊരു സന്തോഷവും ഒരു ടെൻഷൻ ഫ്രീ ഒക്കെ ആയിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ കുട്ടികളെ ഇതൊക്കെ പഠിപ്പിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എന്താന്ന് വെച്ചാൽ കുട്ടികൾ മൊബൈലിലും ഇതിനൊക്കെ അഡിക്റ്റ് ആയിട്ടിരിക്കുമല്ലേ. ഇപ്പൊ വെക്കേഷൻ ടൈമിലൊക്കെയാണ് ഇതുപോലെ ക്ലാസ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ
ഒരു പരിധിവരെ കുട്ടികൾ ഫോണിൽ നിന്നുള്ള ഇതിൽ നിന്ന് മാറി വർക്കൊക്കെ ചെയ്യാൻ പിള്ളേർക്കൊരു താല്പര്യമൊക്കെ ഉണ്ടാവും. വെക്കേഷന് കുറച്ച് ക്ലാസ് ആയിട്ടൊക്കെ തുടങ്ങണമെന്നുണ്ട്. ഞങ്ങൾ എക്സിബിഷനൊക്കെ ചെയ്യാറുണ്ട്. കോട്ടയത്ത്, ആലപ്പുഴ, 2-3 എക്സിബിഷൻ ചെയ്ത് ഞാൻ. సరే తోర పడకో